അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാനപ്പെട്ട അമ്മമാരെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ ഹിജ്റയുടെ ദിവസം മുന്നബി എത്തിച്ചേരുകയാണ്. ഒട്ടകം പോയി അബൂ അയ്യൂബിന്റെ വീട്ടിൽ മുട്ടുകുത്തുകയാണ്. സാധനങ്ങൾ എടുത്തു വെക്കുകയാണ്. അബൂ അയ്യൂബ്, അള്ളാഹുവിന്റെ തിരുദൂതർ ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നിരിക്കുകയാണ്. അഭിമാനത്തോടെ അയ്യൂബ് വീട്ടിലേക്ക് പോകുന്നു. അവർ ഭാര്യയ്ക്കും ഭർത്താവിനും വലിയ ശങ്ക. പുണ്യ റസൂലിനെ എവിടേക്കിടത്തണം? ആരാണീ വന്നിരിക്കുന്നത്? പ്രകാശധോരണി പോലെ, വെളിച്ചത്തിന്റെ പ്രളയം പോലെ, നന്മയുടെ മുഴുവൻ പ്രഭാവം പോലെ, ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ മുഴുവൻ വരദാനം പോലെ, മുഴുവൻ കാരുണ്യത്തിന്റെ വർഷം പോലെ, ആകാശത്തിൽ നിന്ന് വന്ന ജ്ഞാനത്തിന്റെ നിധി പോലെ, മാനവികതയുടെ വസന്തം പോലെ, നക്ഷത്രകാന്തി പോലെ, ചന്ദ്രവീര്യം പോലെ, നീതിയുടെ മഹത്തായ വചന കൗമുദി പോലെ, മുഴുവൻ വിജ്ഞാനത്തിന്റെ പ്രഭവം പോലെ, മനുഷ്യന്റെ സ്നേഹത്തിന്റെ കുംഭം പോലെ, പറഞ്ഞാൽ തീരാത്ത സ്നേഹ കഥനം പോലെ, സങ്കടത്തിന്റെ പ്രവാഹം പോലെ, സത്യത്തിന്റെ ആവിഷ്കാരം പോലെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിന് ഒരു തട്ടുണ്ട്. എവിടേക്കിടത്തണം ദൈവദൂതരെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു സന്ദർഭമാണ്, വല്ലാത്തൊരു സന്ദർഭമാണ്. അത്ഭുതകരമായ ഈ ചരിത്രം, അത്ഭുതകരമേ ഈ കഥനം, അത്ഭുതകരമേ ഇതിഹാസം, അത്ഭുതകരമേ ജീവിതം. അബൂ അയ്യൂബ് പുണ്യ റസൂലിനോട് പറഞ്ഞു മുകളിൽ കിടക്കാൻ. കാരണം റസൂൽ താഴെ കിടക്കുമ്പോൾ എങ്ങനെ മീതെ കിടക്കുമെന്നവർ ചിന്തിച്ചു. പരിശുദ്ധ റസൂൽ പറഞ്ഞു, ഞാൻ താഴെ തന്നെ കിടക്കാം അബൂ അയ്യൂബ്. അങ്ങനെ പരിശുദ്ധ റസൂൽ താഴെ കിടന്നു. അബൂ അയ്യൂബും ഭാര്യയും കിടക്കാൻ മുകൾ തട്ടിലേക്ക് പോയി. അവർക്ക് ഉറക്കം വന്നില്ല. താഴെ കിടക്കുന്നതാരാണ്? അള്ളാഹുവിന്റെ തിരുദൂതരാണ്. തേജസാർന്ന രൂപമാണ്, പ്രകാശമാർന്ന രൂപമാണ്, സ്നേഹസ്വരൂപമായ മുസ്തഫ